നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുന്നിയൂർകുളത്ത് തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. നിരവധി തെങ്ങുകളും കാറ്റാടി മരങ്ങളും നിലംപൊത്തി. പാപ്പാളി പ്രിയദർശിനി റോഡ് കടലാക്രമണത്തിൽ തകർന്നു. നവീകരണം കഴിഞ്ഞിട്ടും വെള്ളക്കെട്ട് ഭീഷണിയിൽ പെരുമ്പിലാവ് സെന്റർ. യാത്രികരും വ്യാപാരികളും ദുരിതത്തിൽ. കനത്ത മഴയിൽ വാഗ കാക്കത്തുരുത്തിയിൽ വീടിന്റെ മേൽക്കൂര നിലംപൊത്തി. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. വാഗയിൽ ക്ഷേത്രത്തിനു മുകളിലേക്ക് തേക്കുമരം കടപുഴകി വീണു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോത്ത് റഹീം എന്ന ചേലക്കര സ്വദേശി അബ്ദുൾ റഹീം അറസ്റ്റിൽ. മണലി സ്വദേശി രാജേഷിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. KSRTC ബസ്സിൽ യുവതിക്ക് സുഖപ്രസവം. മലപ്പുറം സ്വദേശിനിയായ അമ്മയും കുഞ്ഞും സുരക്ഷിതർ. സംഭവം പേരാമംഗലത്ത്. കുന്നംകുളം ചാട്ടുകുളത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഇടിച്ച് കാൽനടയാത്രക്കാരൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. മരത്തങ്കോട് ബൈക്കും ബുള്ളറ്റും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. വിശദമായ വാർത്തയിലേക്ക്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഒരാഴ്ച മഴയ്ക്ക് സാധ്യതയുണ്ട്. വ്യാപകമായി ഇടിമിന്നലും കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ജൂൺ 2 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മഴ ശക്തിപ്പെടുന്നതിനാൽ സാഹചര്യങ്ങൾ വിലയിരുത്തി മലയോര മേഖലയിലേക്കുള്ള രാത്രി യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. വിനോദസഞ്ചാരികളിലേക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ എത്തി എന്നുറപ്പാക്കണം. നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ നടക്കുന്ന ദേശീയപാത, സംസ്ഥാനപാത, മറ്റ് റോഡുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ ബോർഡുകൾ യാത്രക്കാർക്ക് കാണുന്ന തരത്തിലുണ്ടെന്ന് ഉറപ്പാക്കണം. റോഡുകളിൽ കുഴികളോ മറ്റ് അപകട സാധ്യതകളോ ഉള്ള ഇടങ്ങളിൽ അടിയന്തരമായി അപകട സാധ്യത ലഘൂകരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പുന്നിയൂർകുളം പഞ്ചായത്തിന്റെ തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. അണ്ടത്തോട്, പെരിയമ്പലം, പാപ്പാളി, മന്ദലാംകുന്ന് മേഖലകളിലാണ് കടൽക്ഷോഭം മൂലം കടൽ കയറിയിട്ടുള്ളത്. ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് ശക്തമായ തിര അടിച്ചു തുടങ്ങിയത്. തിരമാലകൾ ആഞ്ഞടിച്ച് കരയിലേക്ക് ഇരച്ചുകയറി മണ്ണൊലിച്ചുപോയതോടെ കടലും കരയും തമ്മിൽ കൂടുതൽ താഴ്ചയിലാണുള്ളത്. കഴിഞ്ഞ കടൽക്ഷോഭങ്ങളിൽ മണ്ണിട്ട് മൂടിക്കിടന്നിരുന്ന മരത്തടികളും വേരുകളും കടലിൽ പൊങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. നിരവധി തെങ്ങുകളും കാറ്റാടി മരങ്ങളും 2 ദിവസങ്ങളിലായി നിലം പൊത്തിയിട്ടുണ്ട്. നിരവധി മരങ്ങൾ ഇനിയും ഏത് നിമിഷവും വീഴാവുന്ന അപകട ഭീഷണിയിലാണ്. പാപ്പാളി പ്രിയദർശിനി റോഡ് അവസാന ഭാഗം കടലാക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. പെരിയമ്പലം ബീച്ച്, ലിങ്ക് റോഡ് കടലാക്രമണത്തിൽ മണൽ നിറഞ്ഞ് മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. പാപ്പാളി സലാമത്ത് റോഡ് ബീച്ച് പരിസരത്ത് താമസിക്കുന്ന വീട്ടുകാർക്കും കടലാക്രമണ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വീടുകളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വീടിനു ചുറ്റും മണ്ണിട്ട് വരമ്പ് രൂപപ്പെടുത്തിയിരിക്കുകയാണ്. മുമ്പൊന്നുമില്ലാത്ത വിധം കടൽ കയറിക്കൊണ്ടിരിക്കുന്നതിനാൽ ആശങ്കയിലാണ് നാട്ടുകാർ. CCTV ന്യൂസ്, പുന്നിയൂർകുളം. മഴ കനത്താൽ പെരുമ്പിലാവ് സെന്റർ തോടാണ്. റോഡ് നവീകരണം കഴിഞ്ഞെങ്കിലും സെന്ററിലെ വെള്ളക്കെട്ടിന് ശമനമായില്ല. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനപാത വികസനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ ഭാഗത്താണ് ചെറിയ ഒരു മഴ വന്നാൽ പോലും കനത്ത വെള്ളക്കെട്ടുണ്ടാകുന്നത്. 4 വർഷം മുൻപ് പാതയുടെ ഒരു വശത്ത് പുതിയ കാനകൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ റോഡിലൊഴുകിയെത്തുന്ന വെള്ളം കാനയിലേക്ക് തിരിച്ചുവിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ജംഗ്ഷന്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ മുട്ടോളം വെള്ളം കയറുന്ന സ്ഥിതിയാണ്. വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ കടകളിൽ കയറാൻ മടിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. കാൽനടയാത്രക്കാരും ദുരിതത്തിലാണ്. സംസ്ഥാനപാത നവീകരണം പൂർത്തിയാകുന്നതോടെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ അക്കിക്കാവ് സെന്ററിനും പെരുമ്പിലാവിനും ഇടയിലുള്ള കലുങ്ക് പുനർനിർമ്മിക്കാതെയാണ് റോഡ് നിർമ്മാണം നടത്തിയത്. ഇതിനെതിരെ അന്ന് വ്യാപാരികൾ പ്രതിഷേധിച്ചിരുന്നു. സെന്ററിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രധാന മാർഗമായിരുന്നു ഈ കലുങ്കിന്റെ പുനർനിർമ്മാണം. സംസ്ഥാനപാത വികസനം പാതിവഴിയിൽ നിലച്ചതോടെ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതത്തിന് പരിഹാരമാകുമോ എന്നാണ് യാത്രികരുടെ ചോദ്യം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര നിലംപൊത്തി. എളവള്ളി പഞ്ചായത്തിലെ വാഗ കാക്കത്തുരുത്തിൽ മുക്കോലയിൽ വേലായുധന്റെ വീടിന്റെ മേൽക്കൂരയുടെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നിലംപൊത്തിയത്. വീടിന്റെ പിറകുവശത്തെ ഓടും പട്ടികയും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് തകർന്നു വീണത്. കുടുംബാംഗങ്ങൾ ബന്ധുവീട്ടിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി പോയിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. ഏകദേശം 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡംഗം രാജീവ് മണികണ്ഠൻ സംഭവസ്ഥലം സന്ദർശിച്ചു. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു.
കക്കാട് ചന്ദ്രികയുടെ വീട്ടുകിണറിന്റെ അടിവശമാണ് ഇടിഞ്ഞു വീഴുന്നത്. കിണറ്റിലെ വെള്ളം കലങ്ങിയ അവസ്ഥയിലാണ്. മഴ ശക്തിയാകുമ്പോൾ ഭീതിയിലാണ് വീട്ടുകാർ. വാർഡ് മെമ്പർ ES സുരേഷിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. തേക്കുമരം കടപുഴകി ക്ഷേത്രത്തിന് മുകളിലേക്ക് വീണു. വാഗ ഭദ്രകാളി അമ്പലത്തിന് മുകളിലേക്കാണ് ക്ഷേത്രാങ്കണത്തിൽ നിന്നിരുന്ന തേക്കുമരം കടപുഴകി വീണത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. രാവിലെ പെയ്ത ശക്തമായ മഴയ്ക്ക് ശേഷം തോർച്ചയുള്ള സമയത്താണ് തേക്ക് കടപുഴകി ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിലേക്ക് വീണത്. ക്ഷേത്രത്തിന്റെ താഴികകുടം, ഓട്, ഇരുമ്പ് ഷീറ്റ് എന്നിവ തകർന്നു. ക്ഷേത്രം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ പിന്നീട് തേക്കുമരം മുറിച്ചുമാറ്റി. മേൽക്കൂര തകർന്നതിന്റെ ഭാഗമായി ഭക്തർക്ക് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ഒന്നരയ്ക്ക് ഉണ്ടായ ചെറിയൊരു ചാറ്റൽ മഴയും കാറ്റെന്ന് പറയല്ല, ചെറിയൊരു കാറ്റുണ്ട്. ആ സമയത്ത് തേക്ക് കാത്യാൻ ക്ഷേത്രത്തിൻ്റെ താഴേക്കാവിലെ ക്ഷേത്രത്തിനോട് ചേർന്ന് നിന്നിരുന്ന തേക്കാണ്. അത് കട പറിഞ്ഞു വീണു. ക്ഷേത്രത്തിൻ്റെ ഓട്, താഴികക്കുടം ഒക്കെ തകർന്നു പോയി. ഓട് ഭാഗികമായിട്ട് കുറച്ചധികം ഓടൊക്കെ നഷ്ടപ്പെട്ടു. മറ്റ് വലിയ നാശം പിന്നെ ഷെഡ് മൊത്തം പോയി. അതിൻ്റെ മുകളിൽ ഭക്തജനങ്ങൾക്ക് തൊഴാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ് ചെയ്ത ഷെഡ് അത് മൊത്തം പോയി. ചൂണ്ടൽ മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി പഞ്ചായത്ത് അധികൃതർ. ചൂണ്ടൽ പെട്രോൾ പമ്പിന് മുന്നിൽ തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിന്റെ നേതൃത്വത്തിൽ പരിഹാരമായത്. മേഖലയിലെ പാടശേഖരങ്ങൾ മണ്ണിട്ട് നിരത്തി വ്യാപാര സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുകയും വെള്ളം ഒഴുകിപ്പോകേണ്ട കാനകളിൽ മണ്ണ് നിറയുകയും ചെയ്തതോടെ മഴക്കാലമായാൽ കാലങ്ങളായി ഇവിടെ വെള്ളക്കെട്ട് പതിവായിരുന്നു. JCB ഉപയോഗിച്ച് കാന കീറിയാണ് വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടത്. ഗർത്ത സമാനമായ കുഴികളും ഈ മേഖലയിൽ നിരവധിയായിരുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴികൾ ഉണ്ടെന്നറിയാതെ അനവധി വാഹനങ്ങളാണ് കുഴികളിൽ വീണ് അപകടങ്ങളിൽപ്പെട്ടിരുന്നത്. വെള്ളക്കെട്ടിന് പരിഹാരമായതോടെ മേഖലയിലെ അപകടങ്ങളും ഒഴിവാകുന്ന സാഹചര്യമാണുള്ളത്. വെള്ളക്കെട്ടിലായ പുന്നയൂർക്കുളം പഞ്ചായത്തിലെ 14-ാം വാർഡ് കടിക്കാട് വേണുനഗർ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു. പഞ്ചായത്ത് അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് BJP ആരോപിച്ചു. വേനൽക്കാലത്ത് ചെയ്തു തീർക്കേണ്ട പണികൾ ചെയ്യാതിരുന്നതാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കിയതെന്നും പ്രവർത്തകർ പറഞ്ഞു. BJP ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി KC രാജു ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് TK ലക്ഷ്മണൻ, ബൂത്ത് പ്രസിഡന്റ് പ്രശാന്ത്, ഷാജി കിരൺ, സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇത്രയധികം വെള്ളക്കെട്ട് ഉണ്ടാവാനുള്ള കാരണം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി 14-ാം വാർഡ് കമ്മിറ്റി. നമുക്കറിയാം, പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരം വെള്ളക്കെട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് നമ്മളെ ഭരണാധികാരികൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവർക്ക് സമയമില്ലാത്ത ഒരവസ്ഥയാണ്. നമുക്ക് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി 50 കോടിയോളം രൂപ പുന്നയൂർക്കുളം പഞ്ചായത്തിന് മോദി സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത. കടപ്പുറം പഞ്ചായത്തിലെ കടലാക്രമണം നേരിടുന്ന മേഖലകളിൽ കടൽഭിത്തി നിർമ്മാണത്തിന് NK അക്ബർ MLA മന്ത്രിക്ക് കത്ത് നൽകി. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ കടപ്പുറം ഗ്രാമപഞ്ചായത്ത് അഞ്ചങ്ങാടി വളവ് ഭാഗത്ത് കടലാക്രമണം രൂക്ഷമാണ്. ഈ സ്ഥലത്ത് നിലനിൽക്കുന്ന ഇരുനില കെട്ടിടം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. കെട്ടിടം തകർന്നാൽ തീരദേശത്തെ റോഡിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന സ്ഥിതി ഉണ്ടാകും. ആയതിനാൽ ഈ പ്രദേശത്ത് കടൽഭിത്തി നിർമ്മാണം അനിവാര്യമായി വന്നിരിക്കുകയാണെന്നും കടൽഭിത്തി നിർമ്മാണത്തിനായി ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റും ഉൾപ്പെടെയാണ് ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോത്ത് റഹീം എന്ന 30 വയസ്സുള്ള ചേലക്കര സ്വദേശി പുതുവീട്ടിൽ അബ്ദുൾ റഹീമിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി മണലിയിൽ സ്വദേശി കോട്ടയിൽ വളപ്പിൽ വീട്ടിൽ രാജേഷിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ മണലി സ്വദേശി ഷിഹാബിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ പാടത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം.
ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. മഞ്ചേരി സ്വദേശി മാനുക്കര വീട്ടിൽ ശ്യാം സുജിനാണ് പരിക്കേറ്റത്. പഴഞ്ഞി സ്വദേശി ഓടിച്ചിരുന്ന കാറാണ് ബൈക്കുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് സമീപത്തെ പാടത്തേക്ക് തെറിച്ചു. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം റോയൽ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പേരാമംഗലം ഹൈവേ പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗത കുരുക്ക് പരിഹരിച്ചത്. കുന്നംകുളം ചാട്ടുകുളത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രക്കാരൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. കോട്ടപ്പടി സ്വദേശി മനയിൽ വീട്ടിൽ 26 വയസ്സുള്ള ഹരികൃഷ്ണൻ, ആർത്താറ്റ് സ്വദേശി നടശ്ശേരി വീട്ടിൽ 53 വയസ്സുള്ള അനന്തൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 9:30ഓടെയാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് നടപടികൾ സ്വീകരിച്ചു. മർത്തങ്കോട് ബൈക്കും ബുള്ളറ്റും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. അയ്യാൽ സ്വദേശി 23 വയസ്സുള്ള യദുകൃഷ്ണനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 7:30ഓടെ മർത്തങ്കോട് അല്ലമിൻ ആശുപത്രിക്ക് മുൻപിലാണ് അപകടമുണ്ടായത്. പന്നിത്തടം ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ യുവാവിനെ അല്ലമിൻ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSRTC ബസ്സിൽ യുവതിക്ക് സുഖപ്രസവം. മലപ്പുറം സ്വദേശിനിയായ അമ്മയും കുഞ്ഞും സുരക്ഷിതർ. അങ്കമാലിയിൽ നിന്നും കോഴിക്കോട് തൊട്ടിൽപ്പാലത്തേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടത്. യാത്രികർ സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സമയോചിതമായ ഇടപെടലിൽ ബസ് അമല ആശുപത്രിയിലേക്ക് എത്തിച്ചു. എന്നാൽ യുവതി ബസ്സിൽ വെച്ച് തന്നെ പ്രസവിക്കുകയായിരുന്നു. സ്ട്രക്ചറിലേക്ക് മാറ്റുന്നതിനിടെയാണ് പ്രസവം നടന്നത്. ഇതോടെ ഡോക്ടർമാരും നഴ്സുമാരും ബസ്സിനകത്തേക്ക് കയറി ചികിത്സ നൽകുകയായിരുന്നു. ആശുപത്രിയിലേക്ക് മാറ്റിയ യുവതിയും കുഞ്ഞും സുരക്ഷിതരാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂർ മാന്തോപ്പ് പാടശേഖരത്തിലെ പോട്ടക്കുളത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. സമീപവാസിയായ കാണിപ്പയ്യൂർ സ്വദേശി ഇടവന വീട്ടിൽ കുഞ്ഞുമോന്റെ മകൻ 49 വയസ്സുള്ള ജഗതിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെ കുളത്തിൽ വീണെന്നാണ് നിഗമനം. കുളക്കടവിൽ വസ്ത്രങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് സംഭവസ്ഥലത്തെത്തിയ കുന്നംകുളം അഗ്നിരക്ഷാസേന ഇന്നലെ രാത്രി ഏറെ വൈകിയും തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ തൃശൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയുടെ സ്കൂബ സംഘം നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കുന്നംകുളം പരസ്പര സഹായ സമിതി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പെരുമണ്ണിൽ നിന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. കേച്ചേരി ആളൂർ റോഡിൽ പെരുമണ്ണ് മേഖലയിലാണ് 3 കഞ്ചാവ് ചെടി എക്സൈസ് സംഘം കണ്ടെത്തിയത്. കണ്ടെത്തിയ കഞ്ചാവ് ചെടികളിൽ ഒരെണ്ണം 12 സെന്റിമീറ്ററും 2 എണ്ണം 6 സെന്റിമീറ്റർ നീളമുള്ളതുമാണ്. കുന്നംകുളം റേഞ്ച് ഇൻസ്പെക്ടറായ ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം ചെടികൾ കണ്ടെത്തിയത്. കഞ്ചാവിന്റെ വിത്ത് മുളപ്പിച്ചു വളർത്തിയ നിലയിലായിരുന്നു ചെടികൾ കണ്ടെത്തിയത്. കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ മേഖലയിൽ തുടർന്നും ശക്തമായ പരിശോധന നടത്തുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AC ജോസഫ്, മോഹൻദാസ്, പ്രിവന്റീവ് ഓഫീസർ സിബി സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീരാഗ്, ഗണേശൻ പിള്ള, ലത്തീഫ് എന്നിവരും കഞ്ചാവ് ചെടി കണ്ടെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് യുവതി മരിച്ച സാഹചര്യത്തിൽ ശുചിത്വ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം നഗരത്തിലെ ഹോട്ടലുകളിൽ പരിശോധന നടത്തി. ഉദ്യോഗസ്ഥർ 2 സ്ക്വാഡുകളായി തിരിഞ്ഞു നടത്തിയ പരിശോധനയിൽ 18 ഹോട്ടലുകൾക്ക് ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി നോട്ടീസ് നൽകി. 29 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ അറിയിച്ചു. പരിശോധനകൾക്ക് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PA വിനോദ്, C രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. JHIമാരായ അൻസാരി, രശ്മി, ഷീബ, സജീഷ്, വിഷ്ണു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കോൺഗ്രസ് പെരുമ്പടപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധ മാർച്ച് നടത്തി. ജൽജീവൻ പദ്ധതിയുടെ പേരിൽ വെട്ടിപ്പൊളിച്ച സംസ്ഥാന പാത ഉൾപ്പെടെയുള്ള റോഡുകൾ ഗതാഗത യോഗ്യമല്ലാത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്.
പഞ്ചായത്തിന്റെ തനത് ഫണ്ടടക്കമുള്ള ഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത LDF ഭരണസമിതി രാജിവെക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പാലപ്പെട്ടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് VK അനസ് മാസ്റ്റർ നേതൃത്വം നൽകി. തുടർന്ന് പെരുമ്പടപ്പ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം KPCC സെക്രട്ടറിയും UDF മലപ്പുറം ജില്ലാ ചെയർമാനുമായ PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VK അനസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ AM രോഹിത് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി KP റാസിൽ, പ്രവാസി കോൺഗ്രസ് പെരുമ്പടപ്പ് മണ്ഡലം പ്രസിഡന്റ് KP മുഹമ്മദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി മജീദ് പാണക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനങ്ങൾ സമാപിച്ചു. കേച്ചേരി പാലം പരിസരത്ത് നിന്നാരംഭിച്ച് കേച്ചേരി സെന്റർ വരെയുള്ള മേഖലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് പരിപാടിക്ക് സമാപനം കുറിച്ചത്. പാലത്തിന്റെ സമീപത്ത് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, സെക്രട്ടറി KE ഉണ്ണി, ആസൂത്രണ സമിതി അംഗം PK രാജൻ മാസ്റ്റർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ NF ജോസഫ്, മേരി ജിഷ എന്നിവർ സംസാരിച്ചു. പറപ്പൂക്കാവ് റോഡിനോട് ചേർന്ന് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് തള്ളിയ മാലിന്യം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചെടുത്ത കുഴിയിൽ നിക്ഷേപിച്ച ശേഷം മണ്ണിട്ട് മൂടുകയും റോഡിന്റെ ഇരുഭാഗങ്ങളിലും വളർന്നു നിന്നിരുന്ന പാഴ്ചെടികൾ JCB ഉപയോഗിച്ചും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലും വെട്ടിനീക്കി ശുചീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, അങ്കണവാടി പ്രവർത്തകർ, വ്യാപാരികൾ, ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. കഴിഞ്ഞ ഞായറാഴ്ച പഞ്ചായത്തിലെ 18 വാർഡുകളിലും പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. എരുമപ്പെട്ടി നെല്ലുവായ് മുരിങ്ങത്തേരിയിൽ തനിച്ച് താമസിച്ചിരുന്ന 80-കാരിയെ വൃദ്ധസ്ഥാനത്തിലേക്ക് മാറ്റി താമസിപ്പിച്ചു. കല്ലാറ്റ് ബാലാമണിയമ്മയെയാണ് വെള്ളാറ്റഞ്ഞൂർ പുഷ്പസദൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റിയത്. അവിവാഹിതയായ ബാലാമണിയമ്മ വർഷങ്ങളായി തനിച്ചാണ് താമസിക്കുന്നത്. പ്രായാധിക്യത്താൽ തനിച്ച് എഴുന്നേൽക്കുവാനും നടക്കാനും കഴിയാത്ത അവസ്ഥയിലാണ്. അയൽവാസികളും അടുത്തുള്ള ചില ബന്ധുക്കളുമാണ് ഭക്ഷണം നൽകുന്നതും പ്രാഥമികാവശ്യങ്ങൾക്കായി സഹായിക്കുന്നതും. താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ വിണ്ടുപൊട്ടി ചോർന്നൊലിക്കുന്ന അവസ്ഥയിലുമാണ്. കാലവർഷത്തിൽ ശോചനീയാവസ്ഥയിലുള്ള വീട്ടിൽ തനിച്ച് താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്നുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് വാർഡ് മെമ്പർ MP അജയൻ, പൊതുപ്രവർത്തകൻ KM അഷ്റഫ് എന്നിവരിടപെട്ട് ബാലാമണിയമ്മയെ പുഷ്പസദനത്തിലേക്ക് മാറ്റിയത്. അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ബാലാമണിയമ്മയെക്കുറിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. CCTV ന്യൂസ് എരുമപ്പെട്ടി. ബഥനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ മുഴുവൻ അധ്യാപകർക്കായി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചു. മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, ബഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OAC എന്നിവർ ക്ലാസ് എടുത്തു. നൂതന സാങ്കേതിക വിദ്യ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ പരിചയപ്പെടാനും ഇവ ഉപയോഗിച്ച് അധ്യാപനം രസകരവും ലളിതവുമാക്കുന്നതിനുമായി ബഥനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ മുഴുവൻ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിംഗ് നൽകി. ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ പ്രിൻസിപ്പാൾ C ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനെതിരെ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി 10 ദിവസമായി നടത്തിവന്ന ഒന്നാംഘട്ട ജനകീയ പ്രക്ഷോഭം സമാപിച്ചു. പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ജനകീയ വിഷയങ്ങളിൽ ജനങ്ങൾക്കുള്ള പ്രതിഷേധം ഒപ്പായി രേഖപ്പെടുത്തിയ ഭീമഹർജി സമർപ്പിച്ചുമാണ് ജനകീയ പ്രക്ഷോഭം സമാപിച്ചത്. പെരുമ്പിലാവ് സെന്ററിൽ നിന്നും ആരംഭിച്ച പഞ്ചായത്ത് ഓഫീസ് മാർച്ചിന് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KA ശിവരാമൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം ജമാൽ കരിക്കാട്, സുബ്രഹ്മണ്യൻ, മണ്ഡലം സെക്രട്ടറിമാരായ KV സഹദേവൻ, റസാഖ് കരിക്കാട്, മനീഷ് MM, ദീപൻ പാതാക്കര, വാസുദേവൻ, CK സുലൈമാൻ, അഫ്സൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിത മുരളി, മണ്ഡലം പ്രസിഡന്റ് ബിനി സുഭാഷ്, KSU ജില്ലാ സെക്രട്ടറി അജിത് പറവൂർ എന്നിവർ നേതൃത്വം നൽകി. ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, ഭവന നിർമ്മാണത്തിന് പുതിയ അപേക്ഷ സ്വീകരിക്കുക, നിലവിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് മുഴുവൻ സമയബന്ധിതമായി ഫണ്ട് അനുവദിക്കുക,
പഞ്ചായത്തിലെ അടഞ്ഞുകിടക്കുന്ന കമ്മ്യൂണിറ്റി ഹാളുകൾ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുക, കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ഉപകേന്ദ്രത്തിലും ഡോക്ടർമാരുടെ സേവനവും മരുന്നും ലഭ്യമാക്കുക തുടങ്ങി വിവിധ ജനകീയ ആവശ്യങ്ങൾ ഉൾപ്പെടുന്ന കടവല്ലൂർ പഞ്ചായത്തിലെ 3000-ലധികം വോട്ടർമാർ ഒപ്പുവെച്ച ഭീമഹർജി കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, വൈസ് പ്രസിഡന്റ് കമറുദ്ദീൻ പെരുമ്പിലാവ്, നാസർ കല്ലായി, കുഞ്ഞു മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി, പഞ്ചായത്ത് മെമ്പർമാരായ MK രാജേഷ്, നിഷ അരേക്കത്ത്, നാസർ KU, ഹക്കീം MH, ശ്യാംജിത രാജൻ എന്നിവർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. CCTV ന്യൂസ് പെരുമ്പിലാവ്. എരുമപ്പെട്ടി ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും മുൻ മാനേജർമാർ, PTA പ്രസിഡന്റുമാർ എന്നിവരെ ആദരിക്കലും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം നിയാസ് ബക്കർ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് KK ജേക്കബ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ES സുരേഷ്, KB ബബിത, PM സജി, യുവജന സംഘം വായനശാല സെക്രട്ടറി M. നന്ദീഷ്, OSA പ്രതിനിധി KK ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മണത്തല KSEB ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. വർഷങ്ങളായി മണത്തല പള്ളി കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് എതിർവശത്തെ പുതിയ കെട്ടിടത്തിലേക്കാണ് മാറി പ്രവർത്തനം ആരംഭിച്ചത്. തൃശൂർ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ MA ഷാജു ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS കൃഷ്ണകുമാർ അധ്യക്ഷനായി. ഗുരുവായൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MBG, അസിസ്റ്റന്റ് എഞ്ചിനീയർ II ജോയ് തുടങ്ങിയവർ സംബന്ധിച്ചു. യുവധാര പഴഞ്ഞിയുടെ 4ാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേളയുടെ ഫൈനൽ മത്സരങ്ങൾ പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. CPIM പഴഞ്ഞി ലോക്കൽ സെക്രട്ടറി ബാബു പുലിക്കോട്ടിലിന്റെ ഓർമ്മയ്ക്കായാണ് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടനം CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യനും യൂത്ത് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സര ഉദ്ഘാടനം CPM ഏരിയ കമ്മിറ്റി അംഗം CG രഘുനാഥും നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസൻ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AA മണികണ്ഠൻ, PC ചന്ദ്രൻ, KK സുനിൽകുമാർ, NK സതീശൻ, യുവധാര കൺവീനർ VC ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. യുവധാര അംഗങ്ങൾ നേതൃത്വം നൽകി. വെറ്ററൻസ് ഫൈനൽ 40+ മത്സരത്തിൽ 5 സ്റ്റാർ തൃശൂരും യൂത്ത് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ റോയൽ കിങ്സ് പെരിങ്ങന്നൂരും ജേതാക്കളായി. CCTV ന്യൂസ് പെരുമ്പിലാവ്. പ്രശസ്ത കളരി ഗുരുക്കൾ C. ശങ്കരനാരായണ മേനോന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് 31-ാം തീയതി അനുസ്മരണ യോഗം സംഘടിപ്പിക്കും. ചാവക്കാട് വല്ലഭട്ട കളരി അങ്കണത്തിൽ നടക്കുന്ന യോഗത്തിനോടനുബന്ധിച്ച് രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഗുരുവായൂർ അവധൂത് ആയുർമഠത്തിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ ഡോക്ടർമാർ നയിക്കുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഉണ്ടായിരിക്കും. മുനിസിപ്പൽ വാർഡ് കൗൺസിലർ MP പ്രമീള മരുന്ന് വിതരണം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് അനുസ്മരണ യോഗം ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്യും. ദാരുശില്പാനാച്ഛാദനവും നടക്കും. ചാവക്കാട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ KP കൃഷ്ണദാസ്, KP ദിനേശൻ, KT ബാലൻ, ലിനേഷ് P. വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് കൊടിയേറി. ഇന്ന് പുലർച്ചെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ കൊടിയേറ്റം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ സഹകാർമ്മികനായി. ജൂൺ 6, 7 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ഇന്നു മുതൽ നവനാൾ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായി. സുറിയാനി, മലങ്കര, ലത്തീൻ ക്രമങ്ങളിൽ വിശുദ്ധ കുർബാനകൾ നടക്കും. ജൂൺ 6 വ്യാഴാഴ്ച വൈകിട്ട് 6-ന് രൂപം എഴുന്നള്ളിപ്പ് നടക്കും. ചെങ്ങാലൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജിജോ മുരിങ്ങത്തേരി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നേർച്ച വിതരണം, ബാൻഡ് വാദ്യം എന്നിവ നടക്കും. ജൂൺ 7 തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന തിരുനാൾ പരിശുദ്ധ റാസ കുർബാനയ്ക്ക് മേരിമാത മേജർ സെമിനാരി റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഡോക്ടർ സാജൻ പിണ്ടിയാൻ തിരുനാൾ സന്ദേശം നൽകും. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ 2:30 വരെ നേർച്ചയൂട്ട് ഉണ്ടായിരിക്കും. CCTV ന്യൂസ് എരുമപ്പെട്ടി. ചാവക്കാട് ആശുപത്രി റോഡിനോട് ചേർന്ന വൈലി ക്ഷേത്രത്തിന് സമീപത്തുള്ള പാടത്ത് ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി. രൂക്ഷമായി ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് മാലിന്യം തള്ളിയതായി കണ്ടത്. ഇവിടെ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. പാടത്തു നിന്നും ഒഴുകിയെത്തുന്ന കറുത്ത നിറത്തിലുള്ള വെള്ളം പാടത്തിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകളിലെ കിണറുകളിലെത്തി പാടകെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്.
മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ നിരീക്ഷണ ക്യാമറ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ പാടത്തൊക്കെ തള്ളിയിരിക്കുന്നത് കാരണം ഇവിടുത്തെ വെള്ളം നോക്കി ഇവിടെ കറത്തിരിക്കുന്നുണ്ട് വെള്ളം. നമുക്ക് അതിനോട് നിൽക്കാൻ പറ്റില്ല, അത്രയും സ്മെല്ലുണ്ട് ഇപ്പം തന്നെ. ഞങ്ങൾക്ക് ഇവിടെ ഒരു ക്യാമറ വെച്ചാൽ അത്രയും ഉപകാരമാണ് ഈ നാട്ടുകാർക്ക്. ഈ ഭാഗത്തൊരു ക്യാമറ വെച്ചാൽ ഇതാരാണ് ക്യാമറ വെക്കാത്ത കാരണം ഇതാരാണ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആരെയും കിട്ടുന്നില്ല. നമ്മൾ ഒരു 12:30 വരെയൊക്കെ ഞങ്ങളിവിടെ ഇരിക്കും, പിന്നെ നമ്മൾ പോവുകയും ചെയ്യും. ഒരു പുലർച്ചെ വന്നിട്ടാണ് ഇത് തള്ളണേ. പിന്നെ അതുപോലെ തന്നെ ഈ കിണറ്റിൽ നാട്ടുകാർ ഇവിടെ ഈ കിണറ്റിലൊക്കെ പാട കെട്ടിക്കെടുക്കുന്നുണ്ട്. കുടിക്കണ വെള്ളം ഇപ്പോൾ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ഇതിനൊരു പരിഹാരം ആരായാലും. മന്ദലാകുന്ന് ശൈഖ് ഹൽറമി തങ്ങളുടെ ഉറൂസ് പ്രദേശവാസികളെ വിളിച്ചറിയിച്ച് പാലക്കാട് ഉസ്താദ് ഹുസൈൻ സംഘത്തിന്റെ മുട്ടുമിളി ആദ്യമായാണ് മന്ദലാകുന്ന് ഉറൂസിന് മുട്ടുമിളി നടത്തുന്നത്. പാലക്കാട് ജില്ലക്കാരനായ പുതുക്കോട് കണ്ണമ്പറം കുഞ്ഞൂര് വീട്ടിൽ ഹുസൈൻ ഉസ്താദും സംഘവുമാണ് ഷഹനായി ഉദിയും മുരസ്സും ഒച്ചയും കൊട്ടി ശൈഖ് ഹൽറമി തങ്ങളുടെ ഉറൂസ് വിളംബരം നടത്തുന്നത്. വീടുകളിലും പ്രധാന സെന്ററുകളിലും കടകളിലും കയറിയിറങ്ങിയാണ് ഉറൂസിന്റെ വിളംബരം നടത്തുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക നേർച്ചകൾക്കും ചന്ദനക്കുടം ആഘോഷങ്ങൾക്കും വിളംബരം അറിയിക്കുന്നത് ബദരിയ മുട്ടുംവിളി സംഘമാണ്. ഇതിലെ പ്രധാനിയാണ് ഉസ്താദ് ഹുസൈൻ. 16-ാം വയസ്സിൽ തന്റെ ഗുരുവും ജ്യേഷ്ഠനുമായ അമീർ ഷാക്കൊപ്പം കൂടിയാണ് മുട്ടുംവിളിയിൽ സജീവമായത്. 8 വർഷങ്ങൾക്ക് മുൻപ് ജ്യേഷ്ഠന്റെ വിയോഗശേഷം ഇത് ഏറ്റെടുത്ത് നടത്തുന്നത് 78 വയസ്സുകാരനായ ഉസ്താദ് ഹുസൈനാണ്. കേരള ഗവൺമെന്റിന്റെ ഫോക്ലോർ അവാർഡും മറ്റ് നിരവധി അവാർഡുകളും ഏറ്റുവാങ്ങിയിട്ടുള്ള ഉസ്താദും സംഘവും വിദേശ രാജ്യത്തും മുട്ടുംവിളിക്കായി പോയിട്ടുണ്ട്. മുട്ടുവിളിയുടെ പ്രധാന ഉപകരണമായ ഷഹനായി വായിക്കുന്നത് ഉസ്താദ് ഹുസൈൻ തന്നെയാണ്. ഉസ്താദിന് പുറമെ അബൂബക്കർ സിദ്ദിഖ് ഇസ്മായിൽ, കുഞ്ഞാപ്പ എന്നിവരും ഉസ്താദിനൊപ്പം മന്ദലാകുന്ന് ഉറൂസിന്റെ ഭാഗമായി വിളംബരം അറിയിക്കുവാൻ എത്തിയിട്ടുണ്ട്. ഭക്തിഗാനങ്ങളും മദ്ഹ് ഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളുടെയും ഈരടികളോടുകൂടി താളത്തിൽ കൊട്ടിയാണ് ഉറൂസ് നാട്ടുകാരെ അറിയിക്കുന്നത്. ചൊവ്വാഴ്ച കാലത്ത് 8 മണിക്ക് ശൈഖ് ഹൽറമി തങ്ങളുടെ ജാറം പരിസരത്ത് നിന്നാണ് മന്ദലാകുന്ന് പള്ളി ഖത്തീബ് നിസാർ അഹ്സനിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം മഹല്ല് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ച് മുട്ടുംവിളി ആരംഭിച്ചത്. മെയ് 30, 31, ജൂൺ 1, 2 എന്നീ ദിവസങ്ങളിലാണ് ഉറൂസ് നടത്തുന്നത്. 2-ന് നടത്തുന്ന നേർച്ചച്ചോറ് വിതരണത്തോടുകൂടി ഉറൂസ് സമാപിക്കും. CCTV ന്യൂസ് പൊന്നിയൂർക്കുളം. വെളിച്ചം വടക്കേക്കാട് എന്ന പേരിലുള്ള പ്രവാസി വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. വടക്കേക്കാട് നായരങ്ങാടിയിൽ വെൽഫെയർ പാർട്ടി ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അൻസാരി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്ലം അധ്യക്ഷത വഹിച്ചു. വെളിച്ചം വടക്കേക്കാട് പ്രതിനിധി മർസൂഖ് അബ്ദുൾ ഷുക്കൂർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി നഫീസ അബ്ദുൾ ഷുക്കൂർ നന്ദിയും പറഞ്ഞു. 44 കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് UAE ചാപ്റ്റർ നമ്മൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സീസൺ 2 സംഘടിപ്പിച്ചു. ദുബായിലെ ഗുസൈസിലെ ബാഡ്മിന്റൺ സ്പോർട്സ് അക്കാദമിയിൽ NTV ചാനൽ ചെയർമാൻ മാത്തുക്കുട്ടി കഡോൺ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രസിഡന്റ് അഭിരാജ് PD അധ്യക്ഷത വഹിച്ചു. കൺവീനർ സൈഫുദ്ദീൻ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ബാഡ്മിന്റൺ അണ്ടർ 13 വിഭാഗം സ്റ്റേറ്റ് ചാമ്പ്യൻ അലക്സിയ എൽസ അലക്സാണ്ടർ കിക്ക് ഓഫ് നിർവഹിച്ചു. ചടങ്ങിൽ UAEയിലുണ്ടായ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിച്ചവർക്കുള്ള സഹായ വിതരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വളണ്ടിയർമാരെ അനുമോദിച്ചു. ജനറൽ സെക്രട്ടറി അലാവുദ്ദീൻ, ജോയിന്റ് ട്രഷറർ വിരോജ്, UAE ചാപ്റ്റർ ഗ്ലോബൽ കൺവീനർ അബൂബക്കർ, ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വനിതാ, പുരുഷ വിഭാഗം ഇനങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. വനിതാ വിഭാഗം ജേതാക്കൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും അഗസ്റ്റീന സുമൻ പാരായും ടീമും, റണ്ണേഴ്സ് ട്രോഫിയും ക്യാഷ് അവാർഡും രമ്യ ഷെട്ടിയും സിൻസി ടീമും കരസ്ഥമാക്കി. പുരുഷ വിഭാഗം C+C+ വിന്നർ ട്രോഫിയും ക്യാഷ് അവാർഡും മാലിക് ആൻഡ് ഗസാലി പാരായും ടീമും, റണ്ണേഴ്സ് ട്രോഫിയും ക്യാഷ് അവാർഡും മുഹമ്മദ് കാഷിഫ് ആൻഡ് മുഹമ്മദ് സഹിയാൻ ടീമും കരസ്ഥമാക്കി. പുരുഷ വിഭാഗം D+D+ വിന്നർ ട്രോഫിയും ക്യാഷ് അവാർഡും സനൂപ് ആൻഡ് സിജിൽ ടീമും, റണ്ണേഴ്സ് ട്രോഫിയും ക്യാഷ് അവാർഡും അർജുൻ അജു ആൻഡ് ഷഹനാസ് ടീമും കരസ്ഥമാക്കി. CCTV ന്യൂസ് ചാവക്കാട്.
പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംയുക്ത ആശാ വർക്കേഴ്സ് സ്ക്വാഡും മഴക്കാല രോഗപ്രതിരോധ ഭവന പരിശോധനാ സ്ക്വാഡും സംയുക്തമായി വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ചവരെ ആദരിച്ചു. ഉപ്പുങ്ങൽ LP സ്കൂളിൽ നടന്ന ആദരച്ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ EK നിഷാർ അധ്യക്ഷത വഹിച്ചു. 6ാം വാർഡിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, കേരള യുണൈറ്റഡ് ക്ലബ്ബിലേക്ക് സെലക്ഷൻ ലഭിച്ച ഷിറാസ് ബിൻ ഉമർ ഉപ്പുങ്ങൽ എന്നിവരെ ആദരിച്ചു. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം HI റോബിൻസൺ, JHI ഉണ്ണികൃഷ്ണൻ, മഹല്ല് പ്രസിഡന്റ് ഷെരീഫ്, സ്കൂൾ പ്രധാനാധ്യാപകൻ ബിജു, റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വാർഡിലെ വീടുകൾ സന്ദർശിച്ച് ആരോഗ്യ ബോധവൽക്കരണം നടത്തി. ആരോഗ്യ പ്രവർത്തകരായ വന്ദന, ടീനു, സുജി തുടങ്ങിയവർ നേതൃത്വം നൽകി. വരവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് TS മായാദാസ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. PS രാജൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഞ്ജുള, MM മിഥുൻ, രവീന്ദ്രൻ തിച്ചൂർ, PV വാപ്പുട്ടി എന്നിവർ സംസാരിച്ചു. ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി മികച്ച വ്യക്തിയായി മാറുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോൾ. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തികളാണ് നല്ല കുടുംബം സൃഷ്ടിക്കുന്നത്. അങ്ങനെയുള്ള നല്ല കുടുംബങ്ങൾ ചേരുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് നല്ല സമൂഹങ്ങൾ ചേരുമ്പോഴാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന നല്ല രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നത്. മാക്സിമം വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അപ്പോസ്തലിക് ചർച്ച് ഓഫ് ഗോഡ് ചാലിശ്ശേരി പ്രയർ സെന്ററിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി സയോൺ ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച മുതൽ VBS ആരംഭിക്കും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ 3 വരെ നടക്കുന്ന VBSൽ ഗെയിംസ്, പെപ്പറ്റ് ഷോ, കൗൺസിലിംഗ്, സംഗീത പരിശീലനം തുടങ്ങിയ പരിപാടികൾ നടക്കും. സമ്പൂർണ്ണ വളർച്ച എന്നതാണ് ചിന്താ വിഷയം. 4 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. പ്രവേശനം സൗജന്യമാണ്. കരിക്കാട് നൂറുൽ ഇസ്ലാം മദ്രസയിൽ ഇലക്ഷൻ സംഘടിപ്പിച്ചു. മദ്രസ യൂണിയൻ SKSBV ഭാരവാഹികൾ, ക്ലാസ് ലീഡർമാർ എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടിയാണ് ഇലക്ഷൻ നടത്തിയത്. SKSBV പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഹെഡ് ഗേൾ എന്നീ സ്ഥാനങ്ങളിലേക്ക് ശക്തമായ മത്സരമാണ് നടന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. സദർ മുവല്ലിം അൻവർ ഫൈസി, നവാസ് ഹുദവി, മുഹമ്മദ് റമീസ് യമാനി, ഫഹദ് മഹ്മൂദ്, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, ഷബീർ ജമാൽ എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. CITU ചാവക്കാട് ഈസ്റ്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലയൂർ സെന്റ് തോമസ് LP സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കൗൺസിലർ അക്ബർ കോനേത്ത് ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ മുരളി, CITU നിർമ്മാണ മേഖലാ സെക്രട്ടറി തോമസ് എന്നിവർ നേതൃത്വം നൽകി. ഗ്യാസ് വിതരണ തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പെങ്ങാമുക്ക് LP സ്കൂൾ പരിസരം വൃത്തിയാക്കി. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാട്ടകമ്പാൽ കോർഡിനേഷൻ കമ്മിറ്റിയാണ് സ്കൂളും പരിസരവും വൃത്തിയാക്കിയത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KF ഡേവിസ് നിർവഹിച്ചു. ഹെഡ്ലൂട്ട് കാട്ടകമ്പാൽ മേഖലാ സെക്രട്ടറി VK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ TC ചെറിയാൻ, CITU കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം മനോജ് C ബേബി എന്നിവർ സംസാരിച്ചു. പുതുവർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമാക്കാൻ മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ വർണ്ണചിത്രങ്ങൾ ഒരുക്കി. PTA-യും സ്റ്റാഫും ചേർന്ന് 100 വർഷത്തിലധികം പഴക്കമുള്ള മതിലിനു താഴെ ഇരിപ്പിടങ്ങൾ ഒരുക്കി. സ്നേഹകൂടാരത്തിന്റെ നേതൃത്വത്തിൽ വർണ്ണാഭമായ ചിത്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 101 രൂപ.
തൃശൂർ നിർമ്മല പ്രൊവിൻസ് മരീന ഹോം മഠാംഗമായ സിസ്റ്റർ ലൂക്ക CMC നിര്യാതയായി 102 വയസ്സായിരുന്നു. ചൂണ്ടൽ മരീന ഹോമിൽ വിശ്രമ ജീവിതം നയിച്ചു വരുന്നതിനിടെ ബുധനാഴ്ച പുലർച്ചെ 5 മണിക്കായിരുന്നു അന്ത്യം സംഭവിച്ചത്. കണ്ടാണശ്ശേരി പുലിക്കോട്ടിൽ പരേതരായ ചുമ്മാർ കൊച്ചുമറിയൻ ദമ്പതികളുടെ മകളാണ്. ജോൺ ദി ബാപ്റ്റിസ്റ്റ് പാർപ്പൂർ, സെന്റ് മേരീസ് ഒല്ലൂർ, സെന്റ് ആൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ, ഹോളി ട്രിനിറ്റി കോലഴി, സേക്രഡ് ഹാർട്ട് തൃശൂർ, ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് പാവർട്ടി, കൃപാ തീർത്ഥം തൃശൂർ, ഹോളി ചൈൽഡ് ചിറളയം എന്നിവിടങ്ങളിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാര ശുശ്രൂഷ 3 മണിക്ക് മരീന ഹോം മഠം കപ്പളയിൽ വെച്ച് നടന്നു. ചരമം കുന്നംകുളം ചൊവ്വന്നൂർ പുതുകുളങ്ങര വീട്ടിൽ ദേവകിയമ്മ നിര്യാതയായി 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലീല, ഗോപിനാഥൻ, പരേതയായ ശാന്ത എന്നിവർ മക്കളാണ്. പുന്നയൂർ അവിയൂർ ഏറാഞ്ചേരി ക്ഷേത്രത്തിന് തെക്കുഭാഗം പരേതനായ പന്തായിൽ കുമാരൻ ഭാര്യ തങ്ക നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം പരൂർ നിദ്രാലയത്തിൽ നടത്തി. ബാബു, രത്നവല്ലി എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി മങ്ങാട് ചെമ്മണ്ണൂർ പാവുണ്ണി വർഗീസിന്റെ ഭാര്യ ആലിസ് നിര്യാതയായി 79 വയസ്സായിരുന്നു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുമായ ജെയ്സൺ മങ്ങാടിന്റെ മാതാവാണ്. സംസ്കാരം മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്നു. ജസ്റ്റിൻ, ജിൽസൺ, ജെയ്സൺ എന്നിവർ മക്കളാണ്. പുന്നയൂർ എടക്കര പഞ്ചായത്ത് ഓഫീസിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പരേതനായ എടക്കാട് സുബ്രഹ്മണ്യൻ ഭാര്യ ജാനകി നിര്യാതയായി 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുധാകരൻ, മനീഷ്, കോമള, ഗീത, ശൈലജ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി കുട്ടഞ്ചേരി വടുക്കൂട്ട് മണിയൻപിള്ള നിര്യാതനായി 66 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തിയിൽ നടന്നു. കുമാരി ഭാര്യയാണ്. ഹേമ, ഹേമന്ത് എന്നിവർ മക്കളാണ്. ചൊവ്വന്നൂർ എട്ടമ്പറം മുരിങ്ങത്തേരി മോഹനൻ നിര്യാതനായി 61 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയ സെമിത്തേരിയിൽ നടത്തി. LC ഭാര്യയാണ്. റിച്ചൻ, സച്ചിൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുന്നയൂർകുളത്ത് തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. നിരവധി തെങ്ങുകളും കാറ്റാടി മരങ്ങളും നിലംപൊത്തി. പാപ്പാളി പ്രിയദർശിനി റോഡ് കടലാക്രമണത്തിൽ തകർന്നു. നവീകരണം കഴിഞ്ഞിട്ടും വെള്ളക്കെട്ട് ഭീഷണിയിൽ പെരുമ്പിലാവ് സെന്റർ. യാത്രികരും വ്യാപാരികളും ദുരിതത്തിൽ. കനത്ത മഴയിൽ വാഗ കാക്കത്തുരുത്തിയിൽ വീടിന്റെ മേൽക്കൂര നിലംപൊത്തി. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. വാഗയിൽ ക്ഷേത്രത്തിനു മുകളിലേക്ക് തേക്കുമരം കടപുഴകി വീണു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പോത്ത് റഹീം എന്ന ചേലക്കര സ്വദേശി അബ്ദുൾ റഹീം അറസ്റ്റിൽ. മണലി സ്വദേശി രാജേഷിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. KSRTC ബസ്സിൽ യുവതിക്ക് സുഖപ്രസവം. മലപ്പുറം സ്വദേശിനിയായ അമ്മയും കുഞ്ഞും സുരക്ഷിതർ. സംഭവം പേരാമംഗലത്ത്. കുന്നംകുളം ചാട്ടുകുളത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഇടിച്ച് കാൽനടയാത്രക്കാരൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. മരത്തങ്കോട് ബൈക്കും ബുള്ളറ്റും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വേലൂർ നഹീൻ ജോദിന്റെ 4ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും.